Hi everyone, I'm Binu and you're watching BMC English. It is true that it's not easy in the beginning, but as the days roll by, spending more time for English language, you will become more confident, competent and very efficient. So ask yourself, what can you do today to make a difference? അതെ, മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. മുത്തുച്ചിപ്പി സാഗരത്തിൻ്റെ അഗാധതയിലാണ് കിടക്കുന്നത്. അവ ലഭ്യമാകണമെങ്കിൽ മുങ്ങിത്തപ്പുക തന്നെ വേണം. വെറുതെ കരയിലിരുന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ വിലപ്പെട്ട മുത്തുച്ചിപ്പി നമുക്ക് കിട്ടില്ല. എന്നതുപോലെ ഇംഗ്ലീഷ് പഠിക്കാനും അത് സംസാരിക്കാനും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ അതിനുവേണ്ടി പലരും യാതൊരു ശ്രമവും നടത്തുകയില്ല. ഒരിക്കൽ കൂടെ മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ടെൻസ് പരിചയപ്പെട്ടത് ഓർക്കുമല്ലോ. ഇന്ന് പ്രധാനമായിട്ടും നാം പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. പ്രസൻറ്റ് ടെൻസ് ഹാസ് 4 ഫോംസ്: സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അല്ലേ, നേരത്തെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയിരുന്നു. ഇന്ന് എന്താണ് സിമ്പിൾ പ്രസൻറ്റ്, അവ എപ്പോഴൊക്കെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സിമ്പിൾ പ്രസൻറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്? അതിൻ്റെ വേർബ് രൂപങ്ങളാണ്. എന്താണത്? V1 + S or ES ആണ്. ഒരിക്കൽ കൂടെ, സിമ്പിൾ പ്രസൻറ്റിൻ്റെ വേർബ് ഫോം എന്ന് പറയുന്നത് V1 + S or ES ആണ്. അവ എന്താണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം. ഇനി എപ്പോഴാണ്, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് നാം സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നത്? പ്രധാനമായും ടു ടോക്ക് അബൌട്ട് ഹാബിച്വൽ ആക്ഷൻ, അതായത് പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി നാം സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നു. സീ ദ എക്സാമ്പിൾ: ഐ വേക്ക് അപ്പ് അറ്റ് 5 AM. അത് ഞാൻ പതിവായി ചെയ്യുന്നൊരു കാര്യമാണ്. ഹീ റീഡ്സ് ദ ന്യൂസ് പേപ്പർ എവ്രി ഡേ. അദ്ദേഹം എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കുന്നു. പതിവായി ചെയ്യുന്ന പ്രവൃത്തി. ഷീ യൂഷ്വലി ഗോസ് ടു സ്കൂൾ ബൈ ബസ്. ഇത്തരം ധാരാളം പതിവായി ചെയ്യുന്ന പ്രവൃത്തികളുണ്ട് അല്ലേ? അവയൊക്കെ നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ എക്സ്പ്രസ് ചെയ്യാം. ഇനി മറ്റൊന്ന്, ടു ടോക്ക് അബൌട്ട് യൂണിവേഴ്സൽ ട്രൂത്ത്, അതായത് പ്രാപഞ്ചിക സത്യങ്ങളെ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ സൂചിപ്പിക്കാൻ നാം സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കുന്നു. സീ ദ എക്സാമ്പിൾ: ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. അല്ലേ, പ്രാപഞ്ചിക സത്യം. ഇനി ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. അല്ലേ, ധാരാളം പ്രാപഞ്ചിക സത്യങ്ങളുണ്ട്. അവയൊക്കെ നാം എക്സ്പ്രസ് ചെയ്യുന്നത് സിമ്പിൾ പ്രസൻറ്റിലൂടെയാണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടു ഷോ എ ഫ്യൂച്ചർ ഇവൻറ്റ് ദാറ്റ് ഈസ് ഓൾറെഡി പ്ലാൻഡ്, അതായത് നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്ന, സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്ന, തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങളെ വെളിപ്പെടുത്താൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. സീ ദ എക്സാമ്പിൾ: ദ ട്രെയിൻ ലീവ്സ് അറ്റ് 5 PM or the MLA inaugurates the new bridge at 10 AM tomorrow. കണ്ടോ, നാളെയാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്, പക്ഷേ ഇന്ന് ഓൾറെഡി സ്കെഡ്യൂൾ ചെയ്തിരിക്കുകയാണ്, തീരുമാനിച്ചിരിക്കുകയാണ്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ടു ടോക്ക് അബൌട്ട് തിങ്സ് ഇൻ ജനറൽ, അതായത് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി നാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? സിമ്പിൾ പ്രസൻറ്റ് ആണ്. ഇനി ഇതിനെ ഒന്നുകൂടി അടുത്തിരുന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഓരോ സബ്ജക്റ്റ് വരുമ്പോഴും എങ്ങനെ ഉപയോഗിക്കാം, വേർബ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. Okay, listen here. If the subject is I, you, they, we, okay, we should use V1. Okay? ഇനി if the subject is he, she, it, name, അതായത് രവി, അല്ലേ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? V1 + S or ES ഉപയോഗിക്കാം. ഒരു എക്സാമ്പിൾ നോക്കിയേ. ഇപ്പം ഞാനിങ്ങനെ എഴുതുകയാണ്, ഗോ. ഐ ഗോ ടു സ്കൂൾ. ഐ ഗോ ടു സ്കൂൾ, അല്ലേ? ഐ ഗോ ടു സ്കൂൾ. നോക്കിക്കേ, യു ഗോ ടു സ്കൂൾ, ദേ ഗോ ടു സ്കൂൾ, വി ഗോ ടു സ്കൂൾ. പക്ഷേ ഇവിടെ വരുമ്പോൾ ഗോ എന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ഗോസ് എന്നാക്കണം, അല്ലേ? ഗോസ് ടു സ്കൂൾ. നോക്കിക്കേ, ഗോസ് ടു സ്കൂൾ.
ഒന്ന് പറഞ്ഞു നോക്കൂ. ഹി ഗോസ് ടു സ്കൂൾ, ഷീ ഗോസ് ടു സ്കൂൾ, ഇറ്റ് ഗോസ് ടു സ്കൂൾ, രവി ഗോസ് ടു സ്കൂൾ. ഇനി എന്താണ് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് V1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൂട്ട് ഫോം ഓഫ് ദി വേർബാണ്, അല്ലെങ്കിൽ ബേസ് ഫോം ഓഫ് ദി വേർബാണ്. ഒരു ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം. ഞാനിങ്ങനെ എഴുതാണ് V1. ഉദാഹരണത്തിന് റൈറ്റ് എന്ന് പറയുന്ന ബേസ് ഫോം അല്ലേ, റൈറ്റ്, അത് V1 ആണ്, ബേസ് ഫോമാണ്, റൂട്ട് ഫോമാണ്. ഇനി V2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പാസ്റ്റാണ്, അത് പാസ്റ്റായി മാറുമ്പോൾ എന്തായി മാറി, റോട്ട് ഇല്ലേ. ഇനി V3 എന്ന് പറയുന്നത് എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഈ റൈറ്റ് ഇവിടേക്ക് ആകുമ്പോഴേക്ക് എന്തായി മാറി, റിട്ടൺ. മനസ്സിലാകുന്നുണ്ടോ? ദെൻ V4 എന്ന് പറയുന്നത് ING രൂപമാണ്, അത് റൈറ്റിംഗ്. ഓക്കെ. ഇനി V5 എന്ന് പറയുന്നത് S ഫോമാണ്, S or ES ഫോമാണ്. ഓക്കെ. അതിന് നാം എന്ത് പറയുന്നു, റൈറ്റ്സ്. നോക്കിക്കേ, ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഈ V1, V2, V3, V4, V5 എന്ന് മനസ്സിലായി കാണും അല്ലേ? അതൊക്കെ നമുക്ക് പിന്നീട് ആവശ്യമുള്ളതാണ്, അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ ഇത് തരുന്നത്. അപ്പം നോക്കിക്കേ, റൈറ്റ് എന്ന് പറയുന്ന വേർബ് ബേസ് ഫോമാണ്. അപ്പം I, you, they, we എന്ന് പറയുമ്പം V1 മാത്രം ചേർത്താൽ മതി. എന്നാൽ he, she, it ഒക്കെ വരുമ്പോഴെന്താണ് നമ്മൾ ചേർത്തത്, അതായത് S ഫോം ഓർ ES ഫോം. അപ്പോൾ റൈറ്റ് എന്നുള്ളത് എന്തായി മാറി, റൈറ്റ്സ് എന്നായി മാറി. ഇത് സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ സിംഗുലർ വേർബാണ് ഉപയോഗിക്കുന്നത്, പ്ലൂരൽ സബ്ജക്റ്റ് ആകുമ്പോൾ പ്ലൂരൽ വേർബാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, I എന്ന് പറയുന്നത് പ്ലൂറലാണോ എന്ന്. I എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആണ്. ഫസ്റ്റ് പേഴ്സൺ സിംഗുലറിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു V1 മാത്രം ചേർത്താൽ മതി സിമ്പിൾ പ്രസൻറ്റിൽ. ഓക്കെ. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾക്ക് കുറേ എക്സാമ്പിൾസ് പഠിക്കാം. ഓക്കെ, എഴുതി വെക്കണേ. See the first example. I go to school. I go to school. Or see here, I വന്നതുകൊണ്ടാണ് go അല്ലേ. He plays. He play എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പോൾ he plays chess. അവൻ ചെസ് കളിക്കാറുണ്ട്. ഞാൻ സ്കൂളിൽ പോകാറുണ്ട്. ഇങ്ങനെ രണ്ട് രീതിയിലാണ് സിമ്പിൾ പ്രസൻറ്റിൽ മനസ്സിലാക്കേണ്ടത്. The next one, they work hard. They work hard. അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ ചെയ്യാറുണ്ട്. നോക്കിയേ, verb 1. The next one, she sings. She sings a song. അവൾ ഒരു പാട്ട് പാടുന്നു അല്ലേ. The next one, sings. Next one, he goes to the gym. He goes to the gym. അവൻ ജിമ്മിൽ പോകുന്നു. The next one, we watch TV. ഞങ്ങൾ TV കാണാറുണ്ട് അല്ലെങ്കിൽ കാണുന്നു. ഓക്കെ, കുറച്ചും കൂടി എക്സാമ്പിൾസ് പരിചയപ്പെടാം. I eat mangoes. I eat mangoes. ഞാൻ മാങ്ങ കഴിക്കാറുണ്ട് അല്ലെങ്കിൽ കഴിക്കുന്നു. The next one, we read newspaper. We read newspaper. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, we read newspaper. The next one, they clean the room. They clean the room. നോക്കിക്കേ, ഇവയൊക്കെ സബ്ജക്റ്റ് വരുന്നതിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇവിടെ ഒരു പക്ഷേ ഹി ആണെങ്കിൽ എങ്ങനെയാണ് വരിക, ഹി ക്ലീൻസ് ദ റൂം. ക്ലീൻസ് അല്ലേ, എസ് ചേർക്കണം. കിട്ടുന്നുണ്ടല്ലോ. ദെൻ ഷീ ഡസ് ഹോംവർക്ക്. നോക്കിക്കേ, ഷീ ഡസ് ഹോംവർക്ക്. അപ്പോൾ ഇവിടെ ഐ ആണെങ്കിൽ ഐ ഡു ഹോംവർക്ക് അല്ലേ. അപ്പോൾ ഇത്തരം സെൻറ്റൻസുകൾ നമ്മൾ ധാരാളം ഉണ്ടാക്കണം. പ്രത്യേകിച്ച് സിമ്പിൾ പ്രസൻറ്റിൽ ഇന്ന് നാം ഫോക്കസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് സെൻറ്റൻസുകളാണ്. നമുക്ക് ആശയനൈപുണ്യം കിട്ടാൻ വേണ്ടി ടെൻസ് ഇങ്ങനെ തന്നെ പഠിക്കേണ്ടതുണ്ട്. ആദ്യം പോസിറ്റീവ് പഠിക്കുക, പിന്നെ അതിൻ്റെ നെഗറ്റീവ് രൂപങ്ങൾ പഠിക്കണം, പിന്നെ എങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അതായത് സിമ്പിൾ പ്രസൻറ്റിന് തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്താണ് പഠിക്കുന്നത്. അപ്പോൾ എത്ര ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവും അല്ലേ.
ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ തന്നെ നമ്മുടെ ഡെയിലി റുട്ടീൻ ഒന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ വ്യക്തത നിങ്ങൾക്ക് കിട്ടും. ഒന്ന് നോക്കാം. ഐ വേക്ക് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. ആഫ്റ്റർ ദാറ്റ് I brush my teeth and wash my face and hands. Then I drink a cup of coffee. After that I read newspaper. Then I take bath and have my breakfast. After that I go to my office. I reach my office around 10 o'clock and start doing my work. At 1 o'clock I have my lunch with my colleagues. Then I continue my work till 5 o'clock. After that, I go home. I reach home around 5:30. Then I wash my face and hands and drink a cup of coffee. After that, I go out and meet my friends. Then I come back and take bath. After that, I help my mother and watch television and read some books. Then I have my dinner with my family members. After that, I pray for some time and go to sleep. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഈ ക്ലാസ് പ്രധാനമായിട്ടും ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ പോസിറ്റീവായിട്ടുള്ള സെൻറ്റൻസുകൾ മാത്രമാണ് സിമ്പിൾ പ്രസൻറ്റ് പഠിച്ചിരിക്കുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണണം. അതിനു മുമ്പ് ഞാൻ എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുകൂടാതെ ഷെയർ ചെയ്യുകയും വേണം. Okay, I'll be back soon with the next lesson. Till then, bye.